രാജ്യത്തെ ചരക്ക് സേവന നികുതിയിൽ ഇനി 2 സ്ലാബുകൾ മാത്രം. നികുതി നിരക്ക് പരിഷ്കരണത്തിന് GST കൗൺസിലിന്റെ അംഗീകാരം. നിലവിലുള്ള 4 സ്ലാബുകൾ 2ആയി കുറച്ചുകൊണ്ടാണ് GST കൗൺസിൽ പരോക്ഷ നികുതി സമ്പ്രദായത്തിൽ നിർണായക മാറ്റം കൊണ്ടുവരുന്നത്. നികുതിയിലെ 12-28% നിരക്കുകൾ ഒഴിവാക്കി 5-18% സ്ലാബുകൾ മാത്രമാക്കി. ഇന്ത്യൻ മധ്യവർഗ ജനങ്ങളെ നേരിട്ട് സ്വാധീനിക്കുന്ന മാറ്റമായാണ് പരിഷ്കരണം വിലയിരുത്തുന്നത്. പുതുക്കിയ നിരക്കുകൾ സെപ്റ്റംബർ 22 മുതൽ നിലവിൽ വരും. സാധാരണക്കാരെ കേന്ദ്രീകരിച്ചുള്ള പരിഷ്കാരങ്ങൾ നടപ്പിലാക്കി എന്നായിരുന്നു 56ാമത് GST കൗൺസിൽ യോഗത്തിന് ശേഷം മാധ്യമങ്ങളെ കണ്ട കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ പ്രതികരിച്ചത്. സാധാരണക്കാരുടെ ദൈനംദിന ഉപയോഗ വസ്തുക്കൾക്ക് മേലുള്ള നികുതിയാണ് പുനഃപരിശോധിച്ചിരിക്കുന്നത്. തൊഴിൽ കേന്ദ്രീകൃത വ്യവസായങ്ങൾക്ക് മികച്ച പിന്തുണ നൽകാനും യോഗത്തിൽ ധാരണയായതായും മന്ത്രി അറിയിച്ചു. കർഷകർ, കാർഷിക മേഖല, ആരോഗ്യ മേഖല എന്നിവയ്ക്ക് പരിഷ്കരണത്തിന്റെ വലിയ ഗുണം ലഭിക്കുമെന്നും ധനമന്ത്രി അവകാശപ്പെട്ടു. ഭക്ഷ്യവസ്തുക്കളുടെയും ദൈനംദിന ആവശ്യങ്ങൾക്കുള്ള വസ്തുക്കളുടെയും GST നിരക്ക് കുറച്ചിട്ടുണ്ട്. 33 ജീവൻ രക്ഷാ മരുന്നുകൾക്ക് ഉൾപ്പെടെ മരുന്നുകൾക്കുള്ള GSTയും എടുത്തുമാറ്റി. 12% ഉണ്ടായിരുന്ന നിരക്കാണ് 0ആക്കി തിരുത്തിയത്. കണ്ണടകൾക്ക് ഇനി 5% GST നൽകിയാൽ മതിയാകും. 28% നേരത്തേത്. ട്രാക്ടറുകൾ, കാർഷിക പൂന്തോട്ട പരിപാലന, മണ്ണ് തയ്യാറാക്കുന്നതിനോ കൃഷി ചെയ്യുന്നതിനോ ഉള്ള വനവൽക്കരണ യന്ത്രങ്ങൾ, വിളവെടുപ്പ് അല്ലെങ്കിൽ മെതിക്കുന്ന യന്ത്രങ്ങൾ, വൈക്കോൽ അല്ലെങ്കിൽ കാലിത്തീറ്റ ബേലറുകൾ, പുല്ല് അല്ലെങ്കിൽ വൈക്കോൽ മൂവറുകൾ, കമ്പോസ്റ്റിംഗ് മെഷീനുകൾ പോലുള്ള കാർഷിക ഉപകരണങ്ങളുടെ നിരക്ക് 12%-ൽ നിന്നും 5ആക്കി പുതുക്കി നിശ്ചയിച്ചു. കരകൗശല വസ്തുക്കൾ, മാർബിൾ, ട്രാവർട്ടൈൻ ബ്ലോക്കുകൾ, ഗ്രാനൈറ്റ് ബ്ലോക്കുകൾ, ഇന്റർമീഡിയറ്റ് ലെതർ ഉൽപ്പന്നങ്ങൾ, സിമന്റ് എന്നിവയുടെ GST 28%-ൽ നിന്നും 18ആക്കി കുറച്ചു. 350 cc തുല്യമോ അതിൽ കുറവോ ശേഷിയുള്ള മോട്ടോർ സൈക്കിളുകൾ, ചെറു കാറുകൾ എന്നിവയുടെ GST 28-ൽ നിന്ന് 18%-ആയി കുറച്ചു. ബസ്സുകൾ, ട്രക്കുകൾ, ആംബുലൻസുകൾ എന്നിവയുടെ GST 28-ൽ നിന്ന് 18%-ആക്കി. വാഹനങ്ങളുടെ പാർട്സുകൾക്കും മുച്ചക്ര വാഹനങ്ങൾക്കും ഇനി 18% GST നൽകിയാൽ മതിയാകും. അതേസമയം ചില ഉൽപ്പന്നങ്ങൾക്ക് 40% GST ചുമത്തിയിട്ടുണ്ടെന്നും കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ പറഞ്ഞു. പാൻ മസാല, സിഗരറ്റ്, ഗുഡ്ക, ചവയ്ക്കുന്ന പുകയില പോലുള്ള മറ്റ് പുകയില ഉൽപ്പന്നങ്ങൾ, സർദ പോലെയുള്ള ഉൽപ്പന്നങ്ങൾ, ബീഡി എന്നിവയാണ് ഈ നിരക്കിന്റെ പരിധിയിൽ വരുന്നത്. പഞ്ചസാര, മധുരപലഹാരങ്ങൾ, കഫീൻ അടങ്ങിയ പാനീയങ്ങൾ, പഴച്ചാറുകൾ അടങ്ങിയ കാർബണേറ്റഡ് പാനീയങ്ങൾ, മദ്യമില്ലാത്ത പാനീയങ്ങൾ എന്നിവ ഉൾപ്പെടെ എല്ലാ സാധനങ്ങളും 40% GSTയുടെ പരിധിയിൽ വരും.